നേരത്തെ പറഞ്ഞ എല്ലാ ബ്രാഞ്ചുകൾക്കും സ്റ്റാർട്ടിങ് 1,00,000 കൂടുതൽ ശമ്പളം ഇപ്പോഴും കിട്ടും. ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ സർക്കാരിൽ ഏതൊക്കെ ജോലി കിട്ടും? പല കുട്ടികളുടെയും പാരൻസിൻ്റെയൊക്കെ സംശയമാണ്. സർക്കാർ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന കുറേ പേരെങ്കിലും ഇന്നും ഉണ്ട്. തീർച്ചയായിട്ടും സർക്കാരിലെ ജോലി സുരക്ഷിതത്വം കിട്ടും. അപ്പം നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ബിടെക്കിന് 250ഓളം സ്പെഷ്യലൈസേഷനുണ്ട്. കേരളത്തിൽ 50-ലധികം ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ബ്രാഞ്ചസ് എടുത്താലായിരിക്കും സർക്കാർ സർവീസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ജോലി ലഭിക്കാനുള്ള കൂടുതൽ സാധ്യത ഏതൊക്കെ ബ്രാഞ്ചുകൾക്കാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രാഞ്ചിലും പഠിച്ചാലും സർക്കാർ സർവീസിൽ ജോലി കിട്ടും. പക്ഷേ ഏറ്റവും എളുപ്പം ജോലി കിട്ടാനായിട്ടുള്ള ചില തിരഞ്ഞെടുത്ത ബ്രാഞ്ചുകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിലാദ്യമായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള നമ്മൾ EEE എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. ഇത് കേരളത്തിലെ മിക്ക കോളേജിലും ഉണ്ട്. ഇതിലെന്താണ് ജോലി എന്നുള്ളത് നമ്മുടെ പലർക്കും അറിയാമെന്നുള്ള പോലെ കേരളത്തിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSEB ആണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അവിടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ട്, ഏറ്റവും മികച്ച പ്രമോഷൻ കിട്ടും. അവസാനം നമുക്ക് 60ാമത്തെ വയസ്സ് വരെ, ഇപ്പോഴാണെങ്കിൽ 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്താൽ മതി. തീർച്ചയായിട്ടും 25 വയസ്സിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കേന്ദ്രത്തിൽ തന്നെ ഇതുപോലെ തന്നെ KSEB പോലെ തന്നെ NTPC ഉണ്ട്, ONGC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, പവർ ഗ്രിഡ് എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നല്ല ജോലി സാധ്യതയുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിലാണ് ഇതിൻ്റെ സാധ്യത കൂടുതലും. നമ്മൾ കേരളത്തിൽ കുറച്ച് ലിമിറ്റഡ് ജോബ് സാധ്യതയാണ്. പക്ഷേ അതൊട്ടും മോശമല്ല. KSEBയിൽ മാത്രമല്ല, നമ്മുടെ പിന്നീട് വാട്ടർ അതോറിറ്റിയിലും അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ചില സെക്ടേഴ്സിലും ഇവരുടെ ആവശ്യമുണ്ട്. അതുപോലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ, റെയിൽവേയിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ എഴുതണം. പിന്നെ കേന്ദ്രത്തിൽ ജോലി കിട്ടാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം ബിടെക് മാത്രം പോരാ, നിങ്ങൾ ഗേറ്റ് സ്കോർ ചെയ്തിരിക്കണം. ഗേറ്റ് സ്കോർ പലരും വിചാരിക്കുന്നത് പോലെ നമുക്ക് MTechന് വേണ്ടിയുള്ള ഒരു എലിജിബിലിറ്റി ആണ് എങ്കിലും പല കമ്പനികളും, പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി, കോർപ്പറേറ്റ്സും പൊതുമേഖലാ സ്ഥാപനങ്ങളും അത് ഗേറ്റ് സ്കോർ കൂടി പരിഗണിച്ചാണ് നിയമനം നടക്കുന്നത്. പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയറിംഗ് സർവീസിൽ ടെസ്റ്റുണ്ട്. തീർച്ചയായിട്ടും അത് എഴുതാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള കമ്പനികളിൽ ജോലി വാങ്ങാം. അടുത്ത പ്രധാനപ്പെട്ട ബ്രാഞ്ച്, എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, സർക്കാർ സർവീസിൽ കിട്ടാനായിട്ടുള്ള ബ്രാഞ്ചിൽ പ്രധാനപ്പെട്ടത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ പേര് പാസ്സാവുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരുപാട് പേര് പാസ്സാവുന്ന ഒരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ്. പലരും സർക്കാർ സർവീസ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നതിന്. തീർച്ചയായിട്ടും കേരള വാട്ടർ അതോറിറ്റിയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സർവീസിൽ, ഗവൺമെൻറ് സെക്ടറിലൊക്കെ ഒരുപാട് ജോലികളുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ മാത്രമല്ല, അതുപോലെ തന്നെ റെയിൽവേയിൽ, പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്, അർബൻ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, കേന്ദ്ര ഗവൺമെൻറ്റിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന് പ്രത്യേക വകുപ്പുകളുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ PWD പോലെ തന്നെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെ നമുക്കറിയാം. അപ്പം മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, ഇതിലെല്ലാം തന്നെ ജൂനിയർ എഞ്ചിനീയേഴ്സ്, അസിസ്റ്റൻ്റ് എഞ്ചിനീയേഴ്സിനെ നിയമിക്കുന്നതിനുള്ള സ്റ്റാഫ് സെലക്ഷൻ ജൂനിയർ എഞ്ചിനീയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ EEEയുടെ കാര്യം പറഞ്ഞപ്പോൾ പോലെ തന്നെ ഇതിനും ഗേറ്റ് സ്കോറും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ കൂടുതൽ മൈലേജ് കിട്ടും. തീർച്ചയായിട്ടും ഇത്രയും സെക്ടറുണ്ട്, ജോലി ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, EC എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. പഠിക്കാനും എളുപ്പമെന്നാണ് കുട്ടികൾ പറയുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന PSU എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ ധാരാളം ജോലിയുണ്ട്. ഒന്നത് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. ഈ അടുത്ത കാലം വരെ മറ്റ് പല സ്വകാര്യ മേഖലകൾ കയറുന്നതിന് മുമ്പ് BSNL ഒരു വലിയ സെക്ടറായിരുന്നു. നമുക്കറിയാം BSNL ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിൽ, എനർജി ഏരിയയിൽ, പവർ ഏരിയയിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, NTPC,
പവർ ഗ്രിഡ്, ISRO, നമ്മുടെ പ്രസിദ്ധമായ ISRO, അതുപോലെ തന്നെ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, ഇതിലെല്ലാം തന്നെ നല്ല ജോലി സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയേഴ്സിൻ്റെ ടെസ്റ്റ് ഇൻ്റർവ്യൂ കാണും. ഗേറ്റ് സ്കോർ അത്യാവശ്യമാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പലർക്കും ഒരു സംശയം കാണും, ഈ KSRTC അല്ലാതെ പിന്നെ എവിടെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജോലി കിട്ടുന്നതെന്ന്. പബ്ലിക് സെക്ടറിൽ ഏറ്റവും വലിയ ഒരു അണ്ടർടേക്കിംഗ് ആണ്, ഒരു വലിയ ഒരു ജോലി നൽകുന്ന ഒരു വലിയ സ്ഥാപനമാണ് KSRTC. അതുപോലെ എല്ലാ സ്റ്റേറ്റിനും പിന്നീട് റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മളൊക്കെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടല്ലോ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ എന്ന് പറയും, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, NTPC, ഇങ്ങനെയുള്ള വലിയ വമ്പൻ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് വ്യവസായങ്ങളുണ്ട്. ഇവിടെയെല്ലാം തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വൻ സാധ്യതകളുണ്ട്. റെയിൽവേ ലോക്കോമോട്ടീവ് പിന്നെ ഇൻഡസ്ട്രി ഉണ്ട്. നമ്മൾ കുട്ടിക്കാലത്തെ കേൾക്കാൻ തുടങ്ങിയ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്, അതുപോലെ തന്നെ ലാർജസ്റ്റ് പബ്ലിക് ഒരു ഇൻഡസ്ട്രിയാണത്, വെസ്റ്റ് ബംഗാളിലാണ്. ബനാറസ് ലോക്കോമോട്ടീവ്സ് ആൻഡ് പാട്ടിയാല ലോക്കോമോട്ടീവ്സ്, ഇതെല്ലാം തന്നെ തീവണ്ടികളുടെ ട്രെയിനിൻ്റെ എഞ്ചിനും അതുപോലെ തന്നെ മറ്റ് മെഷീൻസും ഉണ്ടാക്കുന്നതാണ്. ഇവിടെ വൻ സാധ്യതകളാണ്. തീർച്ചയായിട്ടും നമ്മളെ മലയാളികൾ എത്ര പേരവിടെ വർക്ക് ചെയ്യുന്നതാണ് അറിയത്തില്ല. തീർച്ചയായിട്ടും ഇവിടെയും നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ISROയിലും ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലും ബാർക്കിലും ഒക്കെ തന്നെ ജോലിയുണ്ട്. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലും ഒക്കെ ജോലി കിട്ടും. പല വിദ്യാർത്ഥികളുടെയും പാരൻസിൻ്റെയും സംശയമാണ്, ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ സർക്കാരിൽ ജോലി കിട്ടും. സർക്കാരിൽ മറ്റ് ബ്രാഞ്ചുകളെ അപേക്ഷിച്ച് ജോലി സാധ്യത അത്ര ഇല്ല. എങ്കിൽ തന്നെയും കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബ്രാഞ്ചാണ്. എന്തുകൊണ്ടെന്നാൽ ISROയിൽ കമ്പ്യൂട്ടർ സയൻസ് പാസ്സായവർ വേണം, തീർച്ചയായിട്ടും ആ ബ്രാഞ്ചുകാർ വേണം. IT മിഷൻ ഉണ്ട്, സർക്കാരിൻ്റെ IT മിഷനിൽ വേണം. ഒരുപാട് പേരാണോ വെച്ചാൽ അത്ര ലിമിറ്റഡ് ആയിട്ട് തീർച്ചയായിട്ടും വേക്കൻസീസ് വരും. റിട്ടയർ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവും. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ടീമുണ്ട്. നമ്മളെ ഏറ്റവും വലിയ സൈബർ ക്രൈംസ് നടക്കുന്ന, അപ്പം സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ വേണം. ഡിഫൻസിൽ അവരുടെ വിദഗ്ധർ വേണം. നമ്മളെ പിന്നീട് ഡിഫൻസിൽ അവരുടെ സർവീസ് ആവശ്യമാണ്. പിന്നെ ഒരുപാട് പലർക്കും അറിയാമെന്ന് തോന്നുന്നു, പബ്ലിക് സെക്ടർ ബാങ്കുകൾ കമ്പ്യൂട്ടർ സയൻസുകാരെ എടുക്കുന്നുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കുകളെല്ലാം ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. നമുക്ക് ദേശവൽക്കൃത ബാങ്കുകളെല്ലാം ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. അതുപോലെ തന്നെ ISROയിൽ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിഫൻസിലും ബാർക്കിലും NTPCയിലും അതുപോലെ തന്നെ ബെല്ലിലും ഇവിടെ എല്ലാം തന്നെ ഇവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിലേ പറ്റൂ. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് വേണം തീർച്ചയായിട്ടും. ഇനി വേറൊന്നുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിലും ഇവരുടെ സാധ്യത വളരെ അനന്തമാണ്. പിന്നെ നമുക്ക് സാധാരണ പറയുന്നവരുള്ള ഈ BTechകാരെല്ലാം തന്നെ MTech കൂടി പഠിച്ചാൽ IITയിൽ നല്ല അധ്യാപകർ വേണം, അതുപോലെ തന്നെ NITയിൽ നല്ല അധ്യാപകർ വേണം. ഒരുപാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും പോളിടെക്നിക്കിലും ഒക്കെ തന്നെ ഇവരുടെ സേവനം ആവശ്യമാണ്. അപ്പം അതും ഒരു ടീച്ചിങ്ങും ഒരു വലിയൊരു സെക്ടറാണ്. നേരത്തെ പറഞ്ഞ ബ്രാഞ്ചുകൾക്കെല്ലാം തന്നെ ടീച്ചിങ്ങും ഒരു വലിയ സെക്ടറാണ്. ഇനി ഒരു ബ്രാഞ്ച് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കാം. നമ്മുടെ അവസാനത്തെ ബ്രാഞ്ച് പലർക്കും അത്ര പറയുമ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ് ജോലി സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. എങ്കിലറിയുക, കേരളത്തിൽ വളരെ കുറച്ച് സെലക്ട് ചെയ്ത കുറച്ച് ക്യാമ്പസിൽ മാത്രമുള്ള വളരെ പഴക്കം ചെന്ന ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഈ കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് നല്ല ജോബ് സാധ്യതയാണ്. കാരണം ഇതിൽ സാധാരണ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ജോലിയുണ്ട്, മൈൻസിലും അതുപോലെ തന്നെ റിഫൈനറീസിലൊക്കെ ജോലിയുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം അറിയണം, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നുള്ളൊരു ഇൻഡസ്ട്രി സർക്കാരിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഒരുപാട് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിൽ നല്ല ജോബ് പൊട്ടൻഷ്യൽ ഉള്ളൊരു ബ്രാഞ്ചാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ONGC അറിയാം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയാം, അതുപോലെ തന്നെ BPCL ഉണ്ട്, HPCL ഉണ്ട്. ഇതെല്ലാം കെമിക്കൽ എഞ്ചിനീയേഴ്സിന് നല്ല സാധ്യതകളാണ്. പെട്രോകെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, വളനിർമ്മാണം, നമ്മൾ മാനുവൽസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഉണ്ട്. ഇത് 75% ഓഹരി സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് തന്നെയാണ്. തീർച്ചയായിട്ടും ജോബ് സാധ്യതയെന്ന് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ എല്ലാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ജോലിയിലും
നേരത്തെ പറഞ്ഞ എല്ലാ ബ്രാഞ്ചുകൾക്കും ഇൻക്ലൂഡിങ് ഇപ്പോഴും പറയുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ സ്റ്റാർട്ടിങ് 1 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം ഇപ്പോഴും കിട്ടും. അത് ഇനി കൂടാനാണ് സാധ്യത. ഇനിയുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലുള്ള ജോലിയുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ചിലർക്കൊക്കെ അറിയാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലും കൂടെ അതിനൊരു റെഗുലേറ്ററി അതോറിറ്റിയാണ്. അവിടെയും കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ 6 ബ്രാഞ്ചുകളിലും വൻ സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഏതിനും നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർച്ച് കൂടി ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ച് കൂടി ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അധ്യാപകരാകാം. റിസർച്ച് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ മേധാവികളാവാം, പ്രിൻസിപ്പളാവാം, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാവാം, നല്ല അധ്യാപകരും ആകാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിലും അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ താങ്ക് യു.